Let's discuss the next question. The chord and the diameter through one of its ends are drawn in a circle. A chord of the same inclination is drawn on the other side of the diameter. Prove that the chords are of the same length. ഇവിടെ അങ്ങനെ നിങ്ങൾ ചോദ്യം മനസ്സിലായോ? ആദ്യം ഫിഗർ നല്ലോണം നോക്കുക, എന്നിട്ട് ചോദ്യവും ആ ഫിഗറും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഫിഗർ എന്താ? ഒരു ഡയമീറ്ററും ഉണ്ട്, ഒരു കോഡും ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? ആ രണ്ട് ഡയമീറ്ററും കോഡിനും ഒരു എൻ പോയിന്റ്, കോമൺ ആയിട്ട് ഒരു എൻ പോയിന്റ് ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ഫിഗറിലേക്ക് വരുമ്പോഴോ, എ കോഡ് ഓഫ് സെയിം ഇൻക്ലിനേഷൻ ഈസ് ഡ്രോൺ ഓൺ അതർ സൈഡ് ഓഫ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഡയമീറ്ററിന് അപ്പുറത്തെ വശത്ത് നമ്മളൊരു കോഡ് വരച്ചു. ചുമ്മാതാണോ ആ കോഡ് വരച്ചിരിക്കുന്നത്? അല്ല. സെയിം ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ആംഗിൾ. ആ ഡയമീറ്ററിനും കോഡിനിടയ്ക്കുള്ള ആംഗിള്, ആദ്യത്തെ ആംഗിൾ എത്രയാണ് അത് തന്നെയാണ് രണ്ടാമത്തെ. ഇനി എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഈ വരച്ച രണ്ട് കോഡ്സിന്റെ ലെങ്ത് സെയിം ആണെന്ന് കാണിക്കണം. കിട്ടിയല്ലോ? അപ്പം നമ്മുടെ ഈ ഒരു ചോദ്യം തന്ന ആദ്യം ഈ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കുന്നു. നമുക്ക് ആദ്യം പേര് കൊടുക്കാം. പേര് നമുക്ക് ഡയമീറ്ററിനെ കയറി എ ഡി എന്ന് വിളിക്കാം. പിന്നെ കോഡ്സിനെ കയറി എ സി എന്നും എ ബി എന്നും വിളിക്കാം. ഇത്രയല്ലേ വിളിക്കാനുള്ളൂ. ഇനി അവ തന്ന കാര്യം നമുക്ക് ആദ്യം എഴുതാം. ലെറ്റ് എ ഡി ബി ദ ഡയമീറ്റർ ഓഫ് സർക്കിൾ. എ ബി ആൻഡ് എ സി ആർ ടു കോഡ്സ്. ഇനി കഴിഞ്ഞ കണക്കുകളും ഈ കണക്ക് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് പറയാമോ? ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ എങ്ങനെ ഇത് പ്രൂവ് ചെയ്യുന്നു പറഞ്ഞേ? പഴയതുപോലെ തന്നെ നമ്മൾ എ സി ആൻഡ് എ ബി എന്ന് പറഞ്ഞ കോഡ്സിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടുന്നു, പ്രൂവ് ചെയ്യുന്നു. അങ്ങനല്ലേ പോകുന്നത്. ഇനി എവിടെ നിന്നായിരുന്നു നിങ്ങൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന ഓർക്കുന്നുണ്ടോ? സെന്ററിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ സെന്റർ ഒന്ന് പറഞ്ഞേ. സെന്റർ ഉണ്ടോ ഇവിടെ? ഇല്ല. സെന്റർ ഇല്ലല്ലോ. സെന്റർ നമുക്ക് സ്പോട്ട് ചെയ്യാൻ അറിയാവോ? ഇല്ല. ബാക്കി രണ്ട് കണക്കിലും സെന്റർ കൃത്യമായിട്ട് അവർ തന്നിട്ടുണ്ട് ഫിഗറിൽ. അപ്പൊ നമുക്ക് എളുപ്പമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സർക്കിളിലെ സെന്റർ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. ഈ ഒരു പ്രൂഫിനോട് നമുക്ക് എന്ത് ചെയ്താൽ ഇതിന്റെ സെന്റർ കിട്ടും? ഈ രണ്ട് കോഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ പോരെ. സോ നമ്മൾ വെറുതെ പെർപെൻഡിക്കുലർ അല്ല ഈ കേസിൽ വരയ്ക്കുന്നത്. വി ഡ്രോയിങ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി, ദാറ്റ് ഈസ് ഒ പി, ആൻഡ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ സി. കിട്ടിയോ? വെറുതെ പെർപെൻഡിക്കുലർ വരച്ചാൽ അത് സെന്ററിൽ നിന്ന് ജോയിൻ ചെയ്യുന്നാവത്തില്ല. ഈ രണ്ട് കോഡ്സിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് ജോയിൻ ചെയ്യുന്ന പോയിന്റ് സെന്റർ ആയിരിക്കും. കിട്ടി? ഓക്കെ. സോ നമുക്കതിന് പേര് കൊടുക്കാം. നമ്മുടെ സെന്റർ ഇപ്പം കിട്ടിയതുകൊണ്ട് അതിനെ O എന്ന് വിളിക്കുക. ഇത് P, ഇത് Q. ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത്? അപ്പം ബാക്കിയുള്ളതും കൂടെ ജോയിൻ ചെയ്തേക്കാം. അല്ലേ? ഇത് 90 ഡിഗ്രി ആണെന്നറിയാലോ. അറിയാം. പിന്നെ വേറെന്താ അറിയാം? ഈ ആംഗിൾ ഈക്വൽ ആണെന്നറിയാം. അപ്പം നമുക്കറിയാവുന്ന എല്ലാം ഫിഗറിൽ നോട്ട് ചെയ്ത് പോവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി എന്താ ചെയ്യണ്ടേ? Now we got O is the center of circle. And also one more thing is given that angle OAB അല്ലെങ്കിൽ OAP എന്ന് വിളിക്കാം is equal to angle OAC. അത് തന്നിരിക്കുന്ന സെയിം ഇൻക്ലിനേഷൻ ആ ഒരു കാര്യത്തിൽ നിന്ന് കിട്ടിയത്. ഇനി നമുക്ക് എന്താ ഇവിടെ പ്രൂവ് ചെയ്യണ്ടേ? We have to prove that AB equal to AC, isn't it? ഇനി എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുക? Let's consider the right triangles. That is triangle OPA and triangle OQA. അല്ലേ? ബാക്കി പറഞ്ഞു. നോക്കി ഓരോന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞു. ആംഗിൾ OAP ഈക്വൽ ടു ആംഗിൾ OAQ. എന്തുകൊണ്ടാ? ഗിവൺ സെയിം ഇൻക്ലിനേഷൻ, ആ റീസൺ. പിന്നെ ആംഗിൾ OPA ഈക്വൽ ടു ആംഗിൾ OQA, റീസൺ റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും അറ്റ് Q ആൻഡ് P. പിന്നെന്താ? അപ്പൊ മൂന്നാമത്തെ ആംഗിളിനെ കുറിച്ച് എന്ത് പറയാം? They are equal. That is angle AOP equals angle AOQ. റീസൺ പറഞ്ഞേ. ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് വേറൊരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിനോട് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. The same result we have used in the previous case. That is, if two angles of a triangle are equal to two angles of another triangle, then their angles are also equal. അപ്പൊ എന്ത് കിട്ടി? ഇപ്പം 3 ആംഗിൾസ് കിട്ടി. ഇനി വേറെ എന്തെങ്കിലും പറയാമോ നോക്കിയേ? പറയാം. OA ഈക്വൽ ടു OA, റീസൺ കോമൺ സൈഡ്. സോ ഇത്രയാണ് നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിൾസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ പ്രത്യേകത പറയാം.
അപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസും അനലൈസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഈ രണ്ട് ട്രയാങ്കിൾസിലെയും 3 ആംഗിൾസും ഒരു സൈഡും ഈക്വൽ ആണെന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എന്ത് പറയും? ഈ രണ്ട് ട്രയാങ്കിൾസിലും എന്ത് കോമൺ ആയിട്ടുണ്ടെന്ന് പറയാം? One side and two angles on its ends of triangle OPA are equal to one side and two angles on its ends of triangle OQA. അത് കിട്ടിയല്ലോ. So these two triangles are equal triangles. ഇനി equal triangles ആണെങ്കിൽ എന്താ പ്രോപ്പർട്ടി? Yes, sides opposite to equal angles are equal. ഇനി അപ്പൊ നോക്കിക്കേ, ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഈക്വൽ ആംഗിൾസ് വരുന്നത് ഒന്ന് ഇതും ഇതും ഈക്വൽ ആംഗിൾ ആണ്, പിന്നെ ഇത് ഈക്വൽ ആംഗിൾ ആണ്, പിന്നെ 90 ഡിഗ്രി. അങ്ങനെയാണല്ലോ വരിക. അങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈഡ്സ് പറയാമോ? കറക്റ്റാ. എ പി ഈക്വൽ ടു എ ക്യു അല്ലേ? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്നതുകൊണ്ട് എന്ത് പറയാം? എ പി ഈക്വൽ ടു എ ക്യു എന്ന് പറയാം. ഇനി നമ്മൾ ഈ ഒ ക്യു വരച്ചിരിക്കുന്നത് എങ്ങനെയാ? ഒ ക്യു ഒ പി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടു ദ കോർഡ്സ് എ സി ആൻഡ് എ ബി. സോ എന്തായിരിക്കും? എ പിനെ എങ്ങനെ എഴുതാം, എ ക്യുവിനെ എങ്ങനെ എഴുതാം? ഒരു ക്ലൂം കൂടെ തരാം. എ പിനെ ഇൻ ടേംസ് ഓഫ് എ ബി നിങ്ങൾ എങ്ങനെ എഴുതും? യെസ്, എ പി ഈസ് ഹാഫ് ഓഫ് എ ബി. കറക്റ്റ്. എന്തുകൊണ്ടാ? പെർപെൻഡിക്കുലർ ഫ്രം ദി സെന്റർ ഓഫ് എ സർക്കിൾ ടു ദ കോർഡ് ബൈസെക്ട്സ് ദ കോർഡ്. അതേപോലെ എ ക്യുവോ? യെസ്, ഹാഫ് എ സി. രണ്ടിന്റെയും റീസൺ സെയിം ആണ്. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോർഡ് ബൈസെക്ട്സ് ദ കോർഡ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇപ്പം എ പി ഈക്വൽ ടു എ ക്യു നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് പറയാം? എ പി ഈക്വൽ ടു എ ക്യു ആണെങ്കിൽ യെസ്, ഹാഫ് എ ബി ഈക്വൽ ടു ഹാഫ് എ സി ആയിരിക്കും. അപ്പൊ ഹാഫ് എ ബി ഹാഫ് എ സി ഈക്വൽ ആണെങ്കിൽ എ ബി ഈക്വൽ ടു എ സി ആയിരിക്കും. കിട്ടിയോ? സോ ദീസ് ടു കോർഡ്സ് ആർ ഈക്വൽ. സോ എന്ത് കിട്ടി നമുക്ക്? ദ കോർഡ്സ് ഡ്രോൺ ആർ ഓഫ് സെയിം ലെങ്ത്. അപ്പൊ നിങ്ങൾ ഓർക്കും, കഴിഞ്ഞ രണ്ട് കണക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിസൾട്ട് വെച്ച് കണ്ടുപിടിച്ചു. അതായത് സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന കോഡ്സിന്റെ ലെങ്തും ഈക്വൽ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഈ കണക്കിൽ ഞാൻ ഈ മെത്തേഡിൽ പോയി? ഇത്രയേ ഉള്ളൂ. നമുക്ക് കഴിഞ്ഞ കണക്കിൽ ചെയ്ത അതേ റിസൾട്ട് ഉപയോഗിച്ച് ഈ കണക്കും ചെയ്യാം. പക്ഷെ ഒരേ പ്രൂഫ് അല്ലെങ്കിൽ ഒരേ കണക്ക് നമുക്ക് പല രീതിയിൽ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ഫോളോ ചെയ്തത്. ഇപ്പൊ നോക്കിയാൽ അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുന്ന ഓരോ റിസൾട്ടിനും ഓരോ സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് ഈ രീതി പ്രൂവ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കണക്ക് പ്രൂവ് ചെയ്ത പോലെ തന്നെ പ്രൂവ് ചെയ്യാം. അപ്പൊ ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോബ്ലം ഒന്നുകൂടി എഴുതിയിട്ട് ആ മെത്തേഡ് ഏത് റിസൾട്ട് വെച്ചാ ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന കോഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആണ്, ആ ഒരു റിസൾട്ട് വെച്ച് ഒന്ന് പ്രൂവ് ചെയ്യാൻ നോക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കിട്ടിയോ? അപ്പം എല്ലാ രീതിയിലും പ്രൂവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. This is the homework question. Before doing this, go through the problems we have discussed in this class and then try to solve this. In this class, we have discussed 3 problems based on the generalization. So, go through the problems once again, practice it well and get a thorough understanding of the same. And do the homework questions too. Let's meet in the next class. Thank you.